പുണ്യമാസത്തിലെ കേരള സമൂഹത്തിന്റെ വാർത്തകളും വിശേഷങ്ങളുമായി വിഷൻ അറേബ്യയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റമദാൻ നാളിൽ സത്കർമ്മങ്ങൾക്ക് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. UAE എക്സ്ചേഞ്ച് കഴിഞ്ഞ ദിവസം നടത്തിയ ഇഫ്താർ വിരുന്ന് ഏറെ പ്രശംസനീയമാണ്. മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് നിരവധി നേട്ടങ്ങളും സമ്പാദ്യങ്ങളും വാരിക്കൂട്ടുന്നു. എന്നാൽ ജീവിതത്തിന്റെ അവസാന കാലത്ത് ആരും തിരിഞ്ഞു നോക്കാൻ വിസമ്മതിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള സംഗമങ്ങൾ അവർക്ക് കുറച്ചെങ്കിലും സ്വാന്തനമേകുന്നു. ഈ റമദാൻ നാളിൽ മൊഹറക് വെൽഫെയർ സെന്ററിൽ UAE എക്സ്ചേഞ്ച് നടത്തിയ ഇഫ്താർ വിരുന്ന് തികച്ചും മാതൃകയാവുകയാണ്. UAE എക്സ്ചേഞ്ചിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം മൊഹറക്കിലെ വൃത്തസ്ഥാനത്തിലെ അന്തേവാസികൾക്കാണ് ഇഫ്താർ വിരുന്നൊരുക്കിയത്. അവരെ പരിപാലിക്കുന്നതോടെ മഹത്വം ഈ റമദാൻ നാളിൽ യഥാർത്ഥ സത്കർമ്മമായി തീരുന്നു. സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുയർത്തി വെൽഫെയർ സൊസൈറ്റി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുഴുവൻ ജനങ്ങൾക്കും മാതൃകയാവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നാളുകളിൽ ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതിൽ കൃതാർത്ഥതയുണ്ടെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ വരും നാളുകളിൽ കൂടുതൽ വ്യാപിപ്പിക്കുമെന്നും UAE എക്സ്ചേഞ്ച് കൺട്രി ഹെഡ് ദീപക് നായർ പറഞ്ഞു. Today UAE Exchange is very happy to be part of this elderly respected people who have been abandoned from the society. So we thought of we always look to explore for such places where they need more care. And today UAE Exchange, during the holy month of Ramadan, we are joining with them for iftar. So all of UAE Exchange people have come and we'll be spending some time with them, because the people who are working in UAE Exchange all are coming from different countries, from away from the families. So UAE Exchange is always believe in CSR activities, and this is not only in Bahrain, across the world we look into all these things. Normally it is we want to give to the society what they have given us. മൊഹറക് നഗരസഭാ കൗൺസിലർ മുഹമ്മദ് ഇബ്രാഹിം അൽ മുത്തബ, പൊതുപ്രവർത്തനായ ഒസാമ സഹാർ എന്നിവർ പങ്കെടുത്തു.